ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് എവിടെ പോകാനാണ് റെഡിയായി നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഞാനും ഫവാനിയും കൂടെ ഇന്നൊരു സിനിമ കാണാൻ പോവാണ്. കുറേ ദിവസമായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നു അവരെല്ലാവരും തിയേറ്ററിൽ പോയി ലോക കണ്ടു, സൂപ്പർ പടമാണ്, അടിപൊളി പടമാണ്, തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണെന്ന്. ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും അതേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരാഗ്രഹം പോയി കാണുമെന്ന് 5-6 ദിവസമായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുന്നു, ചേട്ടാ എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന്. അന്നേരം പുള്ളി പറയുകയാണേ ഞാൻ വരുന്നില്ലെന്നും. പുള്ളിയുടെ മനസ്സ് മാറുമെന്ന് എഴുതി ഞാൻ 2-3 ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ മാറാൻ അവസാനം ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ പോട്ടേന്ന്. അപ്പോൾ പുള്ളി പറയുകയാണേ എങ്കിൽ നീ പൊയ്ക്കോളാം. വന്ന് പുള്ളിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണമെന്ന് പറയുന്നത് പോലെ എൻ്റെ ആഗ്രഹം ലോക കാണണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചു. 6 മണിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ടിക്കറ്റ് എടുത്താലും പോകാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 9:45 ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ എൻ്റെ ഒരു സ്കൂട്ടിയിലാണ് പോയത്. അവസാനം ഒരു 9:40 ആയപ്പോൾ ഞങ്ങൾ തിയേറ്ററിലെത്തി അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ട് അവസാനം ഞാൻ ഫവാനിയുടെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു, ഫവാനി നീ ഇനി വീഡിയോ എടുത്തോ, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണട്ടേന്ന്. അങ്ങനെ പിന്നെ അവളായിരുന്നു ക്യാമറ എടുപ്പ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ക്യാമറ എടുക്കുന്നത് അത്ര പോരാ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ക്യാമറ വാങ്ങിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അവിടെ നിന്ന് എല്ലാവരെയും കാണിച്ച് കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചതിന് ശേഷം അകത്തോട്ട് കയറാൻ സമയമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്തോട്ട് പോയപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ തന്നെ വീണ്ടും ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക. അപ്പോൾ അവൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അവിടെ നിന്ന് വീഡിയോ എടുക്കാനല്ല, എൻ്റെ കൂടെ വന്ന് വീഡിയോ എടുക്കാനാണ് പറഞ്ഞതെന്ന്. അന്നേരം അവൾ പറയുകയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ, അമ്മ എടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ക്യാമറ വാങ്ങിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അതിൻ്റെ സൈഡിൽ തന്നെ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനതൊന്നും അവളെ കാണിക്കാതെ ഒരു സൈഡിൽ കൂടെ ഒതുക്കിയാണ് കൊണ്ടുവന്നത്. കാരണം അവളെ ഇപ്പോൾ അത് കാണിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ പൊട്ടും. അതുകൊണ്ട് ഞാൻ അവളെ കാണിച്ചില്ല. പക്ഷേ അവൾ അത്രയ്ക്ക് നിർബന്ധമൊന്നും ഉള്ള കുട്ടി അല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവളൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അവസാനം ഞാൻ ടിക്കറ്റ് എല്ലാം കൊടുത്ത് അകത്ത് കയറാൻ പോയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് കാണിച്ച് ഓക്കെയായി ഞങ്ങൾ രണ്ടും കൂടെ അകത്ത് കയറിയപ്പം അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഞാൻ അവസാനം പറഞ്ഞു, മോളെ ഇതൊന്നുമല്ല സീറ്റ്, അവിടെ ഇരിക്കുന്നില്ലേ അവിടെയാണ് നമ്മുടെ സീറ്റെന്ന്. അങ്ങനെ സീറ്റും കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സീറ്റിലോട്ട് പോയി കേട്ടോ. ആദ്യം അവൾ സൈഡിൽ പോയിരുന്നെങ്കിലും പിന്നെ അവൾക്ക് ഇപ്പുറത്ത് ഇരുന്നാൽ മതി എന്ന് ഇപ്പുറത്ത് ഇറങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് സിനിമ കാണാൻ വേണ്ടി തുടങ്ങി. സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അവൾ പറയുകയാണേ, അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ, ഇങ്ങനെ വീഡിയോ എടുത്താൽ പോലീസ് വന്ന് പിടിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ സിനിമയല്ല വീഡിയോ എടുക്കുന്നത്, എനിക്ക് അതിൻ്റെ ടൈറ്റിൽ മാത്രം കിട്ടിയാൽ മതി. ടൈറ്റിൽ വരും എന്ന് പറഞ്ഞിരുന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ടൈറ്റിൽ വന്നത്. അവസാനം ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ടൈറ്റിൽ വന്നപ്പോൾ വീഡിയോ ഓണാക്കി. അങ്ങനെ ടൈറ്റിലും എടുത്ത് കാണിച്ചിട്ട് ഞാൻ ഫോൺ വെച്ച് സിനിമ കണ്ടു. പിന്നെ ഞാൻ ഫോൺ എടുത്ത് ഇൻ്റർവെല്ലിന് ഫോൺ എടുത്തിട്ട് വീണ്ടും കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചിട്ട് ബാക്കി സിനിമ കാണാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒരേ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന വീഡിയോ എടുത്തതാണ്, പക്ഷെ അത് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ പോയി വണ്ടിയിൽ കുറച്ച് പെട്രോളെല്ലാം അടിച്ച് പതുക്കെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞാണ് കേട്ടോ വീട് വരെ വന്നത്. എന്തായാലും നല്ല യാത്രയാണ്. പൊതുവേ എനിക്ക്